എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കുഴപ്പമാണ് കമ്മ്യൂണിക്കേഷൻ ട്രബിൾ. അതായത് എനിക്കൊരു 8 വയസ്സായിട്ട് പോലും ഒരു കാര്യം വ്യക്തമായി മറ്റൊരാളോട് സംസാരിക്കാനോ അവർ പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. മിക്ക സമയത്ത് ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ സമയത്ത് അത് എൻ്റെ കൂടെയുള്ളവർക്കോ എൻ്റെ ചുറ്റുമുള്ളവർക്കോ ഫാമിലിക്കോ ആർക്കും അത് മനസ്സിലായിട്ടില്ല. ബട്ട് ഐ ഹാഡ് ദിസ് കണ്ടീഷൻ. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ക്ലാസ്മേറ്റിൻ്റെ അടുത്ത് പോലും എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് പോലും എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു പെയിൻറ്റിങ് എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നത്, ദ പെയിൻറ്റിങ് ഓഫ് ശിവ. ആൻഡ് ഞാനത് ആദ്യമായി കാണുന്ന സമയത്ത് ഈവൻ തോ ഒരു ഹിന്ദു ഫാമിലി ജനിച്ചതാണെങ്കിൽ പോലും ഇതൊരു ഡയറ്റി ആണെന്നോ ഇത് ഹിന്ദുവിസത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ദൈവമാണെന്നോ ഒന്നും അറിയില്ല. ഒരു പെയിൻറ്റിങ് കണ്ടു ആൻഡ് ആ പെയിൻറ്റിങ് ജസ്റ്റ് അമേസ്ഡ് മീ. അതെന്താണ് ഏതാണ് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ മാത്രമുള്ളൊരു കാരണം ഒന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് സംഹൗ ഐ വാസ് സോ അട്രാക്റ്റഡ് ആൻഡ് ഐ വാസ് സോ ഫോക്കസ്ഡ് ടുവേർഡ്സ് ദ പെയിൻറ്റിങ് ഓഫ് ശിവ. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ഫോഴ്സസ് എന്നെ ആ രൂപത്തിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന പോലൊരു ഫീൽ എനിക്കുണ്ടാകും. മീൻസ് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഞാൻ എപ്പോൾ കിടന്നുറങ്ങിയാലും എൻ്റെ സ്വപ്നത്തിൽ ഈ ഒരു പെയിൻറ്റിങ് മാത്രമേ വന്നിരുന്നുള്ളൂ. ആദ്യമൊക്കെ വെറും ആ പെയിൻറ്റിങ്, ആ ജസ്റ്റ് ഒരു ഇരിക്കുന്ന പോസിലുള്ള പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ കാലനങ്ങാൻ തുടങ്ങി, കൈ അനങ്ങാൻ തുടങ്ങി, അതിൻ്റെ കണ്ണിൽ മാറ്റം വരാൻ തുടങ്ങി. സ്ലോലി ദ ഫേഷ്യൽ എക്സ്പ്രഷൻ ഓഫ് ദ പെയിൻറ്റിങ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. അത് ചിരിക്കാൻ തുടങ്ങി, എണീറ്റ് നടക്കാൻ തുടങ്ങി. ആൻഡ് ഇങ്ങനെ ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ നടക്കാൻ തുടങ്ങി. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമോ എന്തോ ദിവ്യമായ പ്രതിഭാസം സംഭവിക്കുന്നുവെന്ന്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടിന്യൂസ്ലി നടന്നു കഴിഞ്ഞാൽ ഹീ ഈസ് ഗോയിങ് ടു ബി ടെറിഫൈഡ്. ഭക്തിയോ സ്നേഹമോ ഒന്നുമല്ല ജനറേറ്റ് ചെയ്യുക, വളരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു പെയിനാണ് അവിടെ ഉണ്ടാവുക, ഒരു വല്ലാത്തൊരു ഫിയറാണ് അവിടെ ഉണ്ടാവുക. അതാണ് എനിക്കും ഉണ്ടായത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അക്ഷരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയായതുകൊണ്ട് ഇതെനിക്ക് ആരോടും പറയാൻ സാധിച്ചില്ല. ഇങ്ങനെ കോൺസ്റ്റൻ്റായി സംഭവിച്ചുകൊണ്ടിരുന്ന സ്വപ്നം 1-2 മാസത്തിൽ തനിയെ അത് റിഡ്യൂസായിട്ട് ടോട്ടലി ശരിയായി. പക്ഷെ അതിന് ശേഷം വന്നൊരു മാറ്റമാണ്, ഞാൻ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഒരു അക്ഷരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടാത്ത കുട്ടി ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് മാത്രം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോടും എൻ്റെ ക്ലാസ്മേറ്റ്സിനോടും ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിൻ്റെ കളർ ഇങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, ആ രൂപമായിരുന്നു. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. ആൻഡ് ഫൈനലി ഇത് ഞാൻ എൻ്റെ വീട്ടിലൊരു മുതിർന്ന ഒരാളോട് ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞ് ദിസ് ഈസ് ശിവ, ഈ പറഞ്ഞ രൂപം ശിവൻ്റെ ആണ് എന്ന് പറഞ്ഞ് ആളെന്നെ ഒഫീഷ്യലി നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്ന ശിവപുരാണത്തിലേക്കുള്ള ആ ശിവൻ്റെ രൂപം എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തന്നു. കാരണം അവരുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം തുറന്ന് എനിക്ക് ആ പെയിൻറ്റിങ് കാണിച്ചു തന്നു. ആൻഡ് once again I was mesmerized with the form of this being. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ശിവനെക്കുറിച്ചുള്ള കഥകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. ആൻഡ് ഫൈനലി പഞ്ചാക്ഷരി മന്ത്രത്തിലേക്ക്, ശിവൻ്റെ മെയിനായിട്ടുള്ള മന്ത്രത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയും ചെയ്തു. ആൻഡ് പല സീരിയലിലും പല സ്റ്റോറീസിലും ഞാൻ അന്ന് കണ്ടത്, ഈ മന്ത്രം ആരൊക്കെ ചാൻറ്റ് ചെയ്യുന്നോ, കൃത്യമായിട്ട് ചാൻറ്റ് ചെയ്യുന്നോ, അവരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോ അദ്ദേഹത്തെ വരുത്താനുള്ള ഒരേയൊരു വഴി ഈ ഒരു മന്ത്രമാണെന്ന് ആ കുട്ടിയുടെ മനസ്സിൽ പ്രിൻ്റായി. ദെൻ ഓഫ് കോഴ്സ് അത് മനസ്സിലായ ദിവസം തന്നെ ഞാൻ ചാൻറ്റിങ് ആരംഭിച്ചു. ഇതിലെ എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ സംഭവം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് യോഗ എന്നുള്ള വേർഡ് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, രാജയോഗ ആദ്യമായിട്ട് പഠിക്കാൻ ആരംഭിക്കുന്നത്. പക്ഷേ അതിനേക്കാളും നേരത്തെ തന്നെ ഈ ഒരു മന്ത്രം എന്നാണോ എൻ്റെ കയ്യിൽ വന്ന് ആ ദിവസം തന്നെ വടക്കിലേക്ക് നോക്കി പത്മാസനത്തിലിരുന്ന് ചിന്മുദ്ര പിടിച്ച് ഞാൻ ചാൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് കംഫർട്ടബിൾ. എന്തോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ എനിക്ക് ഫീൽ. ആ രീതിയിൽ ഞാൻ ഇരിക്കുകയും ചെയ്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ചാൻറ്റിങ് എവറി ഡേ വിത്തൗട്ട് എ ഫെയിൽ ഇൻ പത്മാസന. ദിസ് ഈസ് അബ്സല്യൂട്ട് ക്രേസിനെസ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ജപമാണെന്നോ അതൊരു കറക്റ്റായിട്ടുള്ള മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ആണെന്നോ ഒന്നും അറിയാത്തൊരു ഏജാണ്. ബാലരമയിൽ ഒരു ഇൻസിഡൻറ്റ് കണ്ടു. അതായത് ഒരു അസുരൻ വരുന്നു, ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുന്നു, ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്താലും അത് വർക്കാവണമല്ലോ. ഇതായിരുന്നു ആ കുട്ടിയുടെ ലോജിക്. ആ മനസ്സിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ആ ചാൻറ്റിങ് ദിവസങ്ങളോളം മാസങ്ങളോളം കണ്ടിന്യൂ ചെയ്തത്. ആൻഡ് ഐ റീച്ച്ഡ് എ പോയിൻറ്റ് വെയർ തനിയെ
ഞാൻ അറിയാതെ തന്നെ ഈ ചാൻറ്റിങ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതായത് ഇങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ജസ്റ്റ് ഡ്രോപ്സ്. ദർ ഇസ് നോ ചാൻറ്റിങ്. അവിടെ ചാൻറ്റിങ് ഇല്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല. ഐ വിൽ ബിക്കം ടോട്ടലി സ്റ്റിൽ. നോ മന്ത്ര, നത്തിങ്, ടോട്ടലി സ്റ്റിൽ. ആദ്യം മന്ത്രം ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ ആ മന്ത്രം എൻ്റെ നിന്ന് ഡ്രോപ്പായിട്ട് പോകും. ആൻഡ് ഒരു തരത്തിലുള്ളൊരു നിശ്ചലാവസ്ഥയിലേക്ക് തനിയെ എത്തും. ഇതിന് ശേഷമാണ് പ്രകൃതി എന്നെ യോഗയിലേക്ക് പരിചയപ്പെടുത്തുകയും അതിലെ പല മെത്തേഡ്സ് എൻ്റെ കയ്യിലേക്ക് വരികയും പ്രാണായാമം പഠിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയാണ് സംഭവിച്ചത്. അതല്ലാതെ പല ഗുരുക്കന്മാരും യോഗികളും എല്ലാം അവരോടുള്ള ഇൻറ്ററാക്ഷൻ, അവരെനിക്ക് തന്ന അഡ്വൈസസ്, അവർ തന്ന ടെക്നിക്ക്, ഇതെല്ലാം സംഭവിച്ചത് ഈ ഒരു ചാൻറ്റിങ്ങിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈ ജപമൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ആ സ്റ്റിൽനെസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. അവിടെ ആദ്യമൊക്കെ ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്തത് പിന്നീട് 15 മിനിറ്റും 20 മിനിറ്റൊക്കെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കെ എൻ്റെ 13ാമത്തെ ഏജിൽ ആണ് എൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് സംഭവിച്ചത്. ആൻഡ് ഐ ഓൾവേസ് റിമെമ്പർ ഇറ്റ് ആസ് എ ടച്ച് ഓഫ് ശിവ. അന്ന് എൻ്റെ ആ 8ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ആ ഒരു ബീയിങ് പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കാല് വെച്ചതും അല്ലെങ്കിൽ എൻ്റെ നെറ്റിയിലേക്ക് ടച്ച് ചെയ്തതും എൻ്റെ 13ാമത്തെ ഏജിലാണ്. ഐ ക്ലിയർലി റിമെമ്പർ ഇറ്റ് വാസ് ആൻ ആഫ്റ്റർനൂൺ. കൃത്യം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക്. ഞാൻ ആ സമയം തിരഞ്ഞെടുക്കാനുള്ള റീസൺ ഉണ്ട്. കാരണം അറിയാമല്ലോ, നമുക്ക് വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശബ്ദങ്ങൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതൊരു വെക്കേഷൻ ടൈമായിരുന്നു. സോ ക്വയറ്റായിട്ടുള്ള സമയം കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് 2 PM, 2 മണിക്കാണ്. 2 മണി സമയം തിരഞ്ഞെടുത്തു. എനിക്ക് ഇത്ര എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ ഇനി 10th പോകുന്ന സമയമായിരുന്നു. ഇനി 10th പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാനോ സാധനം ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. സോ എന്തൊക്കെ എനിക്ക് ചെയ്യണോ, എത്ര സമയം എനിക്ക് ഇരിക്കണോ, അതൊക്കെ വെക്കേഷൻ കഴിയുന്നതിന് മുൻപ് എനിക്കിരിക്കണം. ആൻഡ് 10th ക്ലാസ് തുടങ്ങാൻ ഇനി വെറും 7-8 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഡിസൈഡഡ് ഐ എം ഗോയിങ് ടു സിറ്റ് അറ്റ് 2 PM വിത്തൗട്ട് എനി ഫെയിൽ. ഞാനൊരു ദിവസം തിരഞ്ഞെടുത്തു. ഫസ്റ്റ് ദിവസം തിരഞ്ഞെടുത്തു. 2 മണിക്ക് കൃത്യം ക്ലോക്ക് നോക്കി 2 മണിക്ക് ഞാൻ അവിടെ ഇരുന്നു. ദ സെയിം സ്റ്റിൽനെസ്, എപ്പോഴും എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന അതേ സ്റ്റിൽനെസ്സിലേക്ക് ഞാൻ അവിടെ ഒന്നുകൂടെ പത്മാസനത്തിലിരുന്ന് ചിന്മുദ്ര പിടിച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സെയിം പ്രാക്ടീസ് ഞാൻ അവിടെ ചെയ്യാൻ തുടങ്ങി. ഐ ക്ലോസ് മൈ ഐസ്. അതിനുശേഷമുള്ളൊരു 10-12 മിനിറ്റ്, കഷ്ടിച്ചൊരു 10 മിനിറ്റ് മാത്രമേ എനിക്ക് എൻ്റെ ബോധത്തിലുണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഞാൻ കണ്ണുറക്കുന്നത് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 2 മണിക്ക് ഇരുന്ന ആ ഒരു ടീനേജർ ഓപ്പൺ ഹിസ് ഐസ് ഓൺ 3:30. 3:30 പിന്നെ ആ കണ്ണ് തുറക്കുന്നത്. ആ സമയത്ത് ആ ജസ്റ്റ് ഒരു കൂടുതൽ നേരം എനിക്കിരിക്കണം, എനിക്കിനി 10th പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ നേരം ഇരിക്കണം എന്ന് പറഞ്ഞ് കണ്ണടച്ച് പോയ ആ ടീനേജർ കണ്ണ് തുറന്നപ്പോൾ ഹി വാസ് സംബഡി എൽസ്. എൻ്റെ ശരീരം മുഴുവനും ഒരു തരം കല്ലിച്ച രൂപത്തിലായിരുന്നു. ഒരു ടോട്ടലി അങ്ങ് ഫ്രീസായ പോലെ, ഒന്നും അനക്കാൻ പറ്റുന്നില്ല. ഒന്നും കയ്യിൽ പിടിച്ച ചിന്മുദ്ര പോലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ശരിക്കും അവിടെ ഒരു പുതിയ പാറക്കല്ല് വന്ന പോലെയായിരുന്നു എൻ്റെ ശരീരം. ആൻഡ് എനിക്ക് കണ്ണ് തുറന്നപ്പോൾ തന്നെ ഐ വാസ് വെരി ക്ലിയർ, വെരി ക്ലിയർ. എല്ലാം മാറി. ഇനി ഒന്നും പഴയ പോലെ ആയിരിക്കില്ല. വാട്ട് എവർ ഐ നോ ആസ് ലൈഫ്, വാട്ട് എവർ ഐ എക്സ്പീരിയൻസ്ഡ് ആസ് ലൈഫ്, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എവറിത്തിങ്, എല്ലാം ആ ഒരൊറ്റ മൊമെൻറ്റിൽ എല്ലാം വീണുപോയി. അവിടെ മനസ്സുമില്ല, ഇമോഷൻസ് ഇല്ല, ശരീരമില്ല, ഒന്നുമില്ല. യു ജസ്റ്റ് ടോട്ടലി സ്റ്റിൽ ആൻഡ് നത്തിങ് എൽസ്. ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ശരീരം അനക്കി, കാലൊക്കെ ഒന്ന് നിവർത്തി, ഇറങ്ങാൻ പോലും കിട്ടാത്ത അവസ്ഥ, അത്രയും കല്ലിച്ച രൂപത്തിലായിരുന്നു. അതിനുശേഷം ഡോറൊക്കെ തുറന്ന് ഞാൻ പുറത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ പുറത്ത് വന്ന് ജസ്റ്റ് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ചുറ്റുപാടാണ്. അവിടെ ഒരു മരത്തിൻ്റെ കുറച്ച് താഴെ പോയിട്ട് വന്നപ്പോൾ
ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഓട്ടോമാറ്റിക്കലി ടീയേഴ്സ് ആർ കമ്മിങ്. നമ്മളിതിനാണ് എക്സ്റ്റസി എന്ന് പറയാം. നമ്മൾ ആ ഒരു വളരെ ഡീപ്പായിട്ടുള്ള സ്വന്തം അസ്തിത്വത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ടീയേഴ്സ് വിൽ കം. ഓട്ടോമാറ്റിക്കലി സോ മെനി ടീയേഴ്സ് കെയിം. ഞാൻ അറിയാതെ തന്നെ ചിരിക്കുകയാണ്, ഞാൻ അറിയാതെ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്, ഒരുപാട് കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷം, ഒരു സ്നേഹം, നന്ദി, എവറിത്തിങ് എല്ലാം ആ ഒരു സെക്കൻഡിലെല്ലാം നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഞാൻ അർഹിക്കുന്ന കാര്യങ്ങളും എല്ലാം തനി എൻ്റെ ബോധത്തിലേക്ക് വരും. അതായത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ആദി ശങ്കരാചാര്യരുടെ ഇന്ന വേഴ്സിൽ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ടു മീ. ഞാൻ ആ വേഴ്സ് വായിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ പേര് പോലും അറിയില്ല. പക്ഷേ ആരെങ്കിലും ചോദ്യം വന്നാൽ തനി എൻ്റെ വായന വരും. റീച്ച് സം കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറി. ആൻഡ് ദിസ് ഈസ് മൈ ദ ഫസ്റ്റ് അവേക്കനിങ് അറ്റ് ഏജ് ഓഫ് 13. ഞാനിത് നമ്മളെപ്പോഴും ഇതെപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം എപ്പോഴും പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരുപാട് ഇമോഷണലാവും. രണ്ടാമത്തെ കാര്യം, എൻ്റെ മനസ്സിൽ പതിവ് നിൽക്കുന്നൊരു കാര്യമാണ്, ഞാൻ ആ സ്റ്റിൽനെസ്സിലേക്ക്, ആ ഒരു ശൂന്യതയിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ നെറ്റിയിലൊരു സ്പർശം വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെയിൻറ്റിങ്ങിലൂടെ പിടിച്ചു വലിച്ചതാരോ അതേ ആൾ തന്നെയാണ് പിന്നെയും പിടിച്ചു വലിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ഐക്യമൊന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് വി നോ ഹു ഈസ് പ്ലേയിങ് ബിഹൈൻഡ്. ആൻഡ് വാട്ട് എവർ ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഇന്ന് വരെ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചോ അതെല്ലാം തന്നെ സംഭവിച്ചത്. ഇറ്റ് ഈസ് നോട്ട് മൈ ഇൻറ്റൻഷൻ ഓർ എൻ്റെ ആഗ്രഹമൊന്നുമല്ല. ആൻഡ് ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഒരു ബാലരമ കണ്ട് അതിലൊരു സീൻ മിമിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംതിങ്, ഇറ്റ് റീച്ച്ഡ് എ പ്ലേസ് വെയർ നോബഡി ക്യാൻ ഇമാജിൻ. ഇതാണ് ഒരു ഹൃദയത്തിൻ്റെ വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ. പ്യുവർ ഹാർട്ടോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ വില്ലിങ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ തേടി വരും. ഞാൻ പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പേരെടുത്ത് പറയാൻ എനിക്കൊരു ഗുരുവില്ല. ശിവ ഈസ് ലൈക്ക് ഹീസ് എൻ ഇൻ്റർഫറൻസ്. എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാളാണ്. ഞാനൊന്നും പെർമിറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഹി ജസ്റ്റ് കെയിം ആൻഡ് എല്ലാം അതിൻ്റെ ഇതിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ നോ എന്ന് പറഞ്ഞാലും കേൾക്കുന്ന മട്ടൊന്നുമില്ല. അതല്ലാതെ എനിക്ക് എടുത്തു പറയാനോ കൈ ചൂണ്ടി കാണിക്കാനോ എനിക്കൊരു ഗുരുവില്ല. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് എന്ത് കാര്യം ചോദിച്ചാലും സം വേ ഇറ്റ് കംസ് ടു മീ. അതെൻ്റെ കയ്യിലുണ്ടാവും. അതെൻ്റെ ബ്രെയിനിലുണ്ടാവില്ല, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് വരും. ഇങ്ങനൊരു സ്റ്റേറ്റിൽ ഒരാളും ഇല്ലാതെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എവ്രി സിംഗിൾ വൺ ഓഫ് യു, നിങ്ങൾക്കും ഇതേ സാധ്യത തന്നെയാണുള്ളത്. എൻ്റെ ജീവിതം മാത്രം ഒരു ദിവ്യ പൊസിഷനിൽ കാണുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദിസ് ഈസ് പോസിബിൾ ഫോർ എവറി ഹ്യൂമൻ ബീങ്. ശുദ്ധമായൊരു ഹൃദയത്തിൽ, പൂർണ്ണ മനസ്സോടെ, ആത്മീയതയിൽ, വില്ലിങ്നെസ്, നിങ്ങളുടെ സാധനയിൽ ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇന്ന് സാധന ചെയ്യണ്ടേ എന്ന് പറഞ്ഞല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കെന്തോ കർമ്മ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഒരാളും സാധന ചെയ്യേണ്ടത്. അതിനുള്ള ഇഷ്ടം, വേറെ എന്തിനേക്കാളും എനിക്കത് വേണമെന്നുള്ള അതിനോടുള്ളൊരു ലസ്റ്റ് ഫോർ സ്പിരിച്വാലിറ്റി, അത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഡോർ.